ഹായ് മോളെ, ഇന്ന് ഞങ്ങളുടെ 43ാമത്തെ ദിവസമാണ്. ഇന്നലെ ഞങ്ങൾ ദുൻഹാങ് എന്ന സ്ഥലത്തെത്തി. ഇന്ന് അവിടെ ഞങ്ങൾ ഇവിടെ സ്റ്റേ ഓവറാണ്. ചില സാങ്കേതിക തടസ്സങ്ങളാൽ ഇന്നിവിടെ സ്റ്റേ ഓവർ. നാളെ ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും തിരിക്കും. അപ്പോൾ ഇന്നിവിടെ ഒന്ന് രണ്ട് സൈറ്റ് സീയിങ് ഒക്കെ കാണാം എന്ന് വിചാരിച്ചിരിക്കുന്നു. ബുദ്ധന്മാരുടെ ഗുഹകളും ഇങ്ങനത്തെ ലേക്കും ഇന്നൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ ജസ്റ്റ് അവിടേക്ക് ഒന്ന് പോകണ സമയം കിട്ടുവാണെങ്കിൽ alright, okay. Alright, see you then. ദുൻഹുവാങ് ഗ്രോട്ടോ ആൻഡ് കേവ്സ് കാണാൻ പോകുന്ന വഴിയാണ്. അപ്പം എൻട്രൻസിൽ നിന്നും എൻട്രൻസ് കഴിഞ്ഞാൽ അവിടെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. അവിടെ അതിനെപ്പറ്റിയൊരു വിഷ്വൽ പിക്ചേഴ്സ് അവർ കാണിച്ചു. ഇതെന്താണെന്നും എങ്ങനെയാണെന്നും ഉള്ളതൊക്കെ ഒരു വിഷ്വൽ പിക്ചർ കാണിച്ചു. അതിനുശേഷം പിന്നെ ഒരു 360 ഡിഗ്രിയിൽ ആംഗിളിൽ ഒരു മൂവി കാണിച്ചു. ഒരു ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ. അവിടുന്ന് ബസ്സിന് ഏതാണ്ട് 10-15 മിനിറ്റ്, 10-15 കിലോമീറ്റർ ഇങ്ങനെ പോന്നു. ഇപ്പം ഞങ്ങളിവിടെ എത്തി. ഇനിയാണ് ബാക്കി കേവ്സും അതെല്ലാം കാണാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ മൊഗാവോ കേവ്സിൽ എത്തി. അപ്പം ഇതിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഭയങ്കര വലിയ കാർ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ വലിയ കാർ പാർക്ക്. ഇതാണ് എൻട്രൻസ്. ഇത് മൊഗാവോ ഗുഹകൾ അല്ലെങ്കിൽ മൊഗാ കേവ്സ് എന്നറിയപ്പെടുന്നത്. ചൈനയിലെ ഗാൻസു പ്രവിശ്യയിലെ സുൻഹുവാങ് അല്ലെങ്കിൽ ദുൻഹുവാങ് എന്ന സ്ഥലത്താണ് ഈ ബുദ്ധ ഗുഹാഗ്രഹങ്ങളുള്ളത്. ഇതിന് ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ 4-ാം നൂറ്റാണ്ടിലാണ് ഇതിൻ്റെ നിർമ്മാണങ്ങളുടെ പണി സ്റ്റാർട്ട് ചെയ്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ആയിട്ട് അകത്ത് കയറി കാണാം. ഇത് ഇന്ത്യ ചൈനീസ് വ്യാപാരപരമായ സിൽക്ക് റൂട്ടിൻ്റെ ഒരു സ്ഥലം കൂടിയാണ് ഇതിൽ ഈ ദുൻഹുവാങ്. അവിടെ പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ സംഭവം കാണുകയും കേൾക്കുകയും ചെയ്യുക. ഇവിടെ ടിക്കറ്റൊക്കെ എടുത്ത് വേണം നമ്മൾ പോകാനായിട്ട്. അപ്പം ഈ കാണുന്നതാണ് ഇതിൻ്റെ കൗണ്ടർ. ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് വിളിക്കാം. ഇതാണ് ആ കൗണ്ടർ. ഇവിടെ നമ്മൾ പാസ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. നമ്മുടെ ID എന്തെങ്കിലുമൊക്കെ വേണം ടിക്കറ്റ് കിട്ടണമെങ്കിൽ. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. ഇതിൻ്റെ ശരിയായ സംഭവങ്ങളൊക്കെ എവിടെയാണെന്നുള്ളത് അകത്ത്. ഈ കാണുന്ന ഗുഹകളിൽ നിന്നും അതായത് 4-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രരേഖകൾ കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഇപ്പം നിലവിൽ യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഈ കേവ്സ് അതിന് മുകളിൽ കിടുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ഓരോ കേവ്സ് കാണാൻ പറ്റുമായിരിക്കും. ഇതിനറിയപ്പെടുന്നത് ദ കേവ്സ് ഓഫ് തൗസൻഡ്സ് ബുദ്ധാസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഡോർ കാണുന്ന എല്ലാം ഓരോരോ കേവ്സാണ്. ഇവിടെ ഓരോ ബുദ്ധിസ്റ്റുകൾ ഓരോ സ്റ്റാച്യൂയും കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ വരച്ച് വെച്ചിട്ടുണ്ട്. വരച്ച് ആരാന്നുള്ള കൃത്യം അറിയത്തില്ല. കംപ്ലീറ്റ് ഫുള്ള് ബുദ്ധിസ്റ്റുകളുടെ അന്നുണ്ടായിരുന്ന ബുദ്ധിസ്റ്റുകളെല്ലാവരുടെയും പടങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്. ചിത്രങ്ങൾ വളരെ മനോഹരമായിട്ട് ചെറിയ രീതിയിൽ വരച്ച് വെച്ചിട്ടുണ്ട്. നിറച്ച് ആ ഓരോ ഗുഹയ്ക്കകത്തും നിറച്ച് ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങൾ ഓരോന്നിനും ഓരോ സ്റ്റോറിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതെല്ലാം ഇവരുടെ കയ്യിലുണ്ട്. സോ ഈ കാണുന്നതാണ് ഇവിടുത്തെ കേവ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേവ്സും ഏറ്റവും വലിയ കേവും. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. അത് അവരുടെ ഹിസ്റ്റോറിക്കൽ സ്റ്റൈൽ തന്നെ അവരുടെ ഫ്രണ്ട് പണിത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് വീഡിയോ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഓരോ ബുദ്ധിസ്റ്റുകളുടെ പ്രതിമയും അവരുടെ ഡിസൈപ്പിൾസിൻ്റെ പ്രതിമയും എല്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഒത്തിരി സ്റ്റോറികൾ പറയുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ വരച്ചു വച്ചിട്ടുണ്ട്. അതൊന്നും അപ്പം അതിൻ്റെ ഒന്നും ഫോട്ടോയോ വീഡിയോ എടുക്കാനൊന്നും ഇവർ സമ്മതിക്കത്തില്ല.
നമ്മുടെ കൂട്ടത്തിൽ ഒരു ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു ഗൈഡ് വന്നു. അപ്പോൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിവേ ഇറ്റ്സ് റിയലി വണ്ടർഫുൾ. ഒരു ശരിക്കും ഇത് പുറത്താണ് നമുക്ക് ഒന്ന് കാണാനും ആസ്വദിക്കാനൊക്കെ ഉള്ളത്. ഇപ്പോൾ എല്ലാ കേവ്സും നമ്മൾ പോകുന്നില്ലെന്ന് തോന്നുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരത് ഒരു കേവ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവരത് അടയ്ക്കും. അടച്ചിട്ട് അടുത്ത ടീം വരുമ്പോൾ അവരിൽ എൻ്റെ ലീഡറുണ്ട്, എൻ്റെ ഗൈഡുണ്ട്, അവർ വന്ന് അത് ഓപ്പൺ ചെയ്യുകയുള്ളൂ. അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് അടയ്ക്കുകയും ചെയ്യും. ഇങ്ങനത്തെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇത് ഭയങ്കര മനോഹരമായ കാഴ്ചകളാണ്. ഭയങ്കര അകത്ത് വർഷങ്ങളുടെ, അതായത് ചിലത് 4-ാം നൂറ്റാണ്ടിൽ പണിതത്, 4-ാം നൂറ്റാണ്ടിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിന് 5-ാം നൂറ്റാണ്ടിൽ പണിത പ്രതിമയുണ്ട്, 6-ാം നൂറ്റാണ്ടിൽ പണിതതുണ്ട്, 7-ാം നൂറ്റാണ്ടിൽ പണിതതുണ്ട്. അങ്ങനെ ഓരോ നൂറ്റാണ്ടുകളിലും പണിതതിൻ്റെ ഓരോ ഗുഹകളും പണിതേക്കുന്നത് ഓരോരോ നൂറ്റാണ്ടുകളിലാണ്. അപ്പം അതിൻ്റെ എല്ലാ ഹിസ്റ്ററിയൊക്കെ അവർ പറയുന്നുണ്ട്. ഇത് കുറേ ഉണ്ട്. ഇതൊരു മലയാണ് വരുന്നത്. ആ മലയ്ക്കുള്ളിലാണ് ഇത് വരുന്നത് പണിത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഓരോരോ ചെറിയ കേവാണ്. എല്ലാം ഓരോ കേവാണ്. അവരുടെ ഡോർ അടച്ചു വെച്ചിരിക്കുകയാണ്. എനിക്കൊന്നുമില്ല, ഇതെല്ലാം കാണാൻ പോയാൽ എല്ലാ കേവും ഓപ്പൺ ചെയ്യാൻ പോയാൽ 2 days എടുക്കും. ഈ ഒരു കേവാണ് ഏറ്റവും വലിയ കേവ്. ഇതിൻ്റെ ഔട്ട്സൈഡ് അവർ ലേറ്റസ്റ്റ് പണിതാണ് അവരുടെ സ്റ്റൈലിൽ, അവരുടെ ഹിസ്റ്റോറിക്കൽ സ്റ്റൈലിൽ. ഇത് 7th സെഞ്ച്വറിയിൽ പണിത ഒരു കേവാണ്. അതിനകത്തിരിക്കുന്ന ബുദ്ധായുടെ രൂപം എന്ന് പറയുന്നത് 35.5 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ഇതിന് ഒരു അപാര ബുദ്ധൻ്റെ സ്റ്റാച്ചു ആണ്. ഭയങ്കര സ്റ്റാച്ചു. നമ്മൾ കാണുമ്പോൾ ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ഉണ്ട് ആ ബുദ്ധയുടെ സ്റ്റാച്ചുവിന്. അതിൻ്റെ വീതി എന്ന് പറയുന്നത് ഇത്രയും വീതിയുണ്ട്. ഇത്രയും വീതി തന്നെയാണ് അവരത് പണിതിരിക്കുന്നത്. ഇതൊരു ഭയങ്കര സംഭവമായിരുന്നു. ദുൻഹ്വാങ് കേവ്സിന് മുന്നിലുള്ള ഒരു പ്രദേശമാണിത്. എല്ലാം മരുഭൂമി തന്നെയാണ്. അവിടെ എന്തൊക്കെയോ അമ്പലങ്ങൾ പോലെ പണിതിട്ടിട്ടുണ്ട്. നടുക്കോടെ ഒരു റിവറാണിത്. റിവറിൽ വെള്ളമില്ല ഇപ്പം. ആ മലയെയും ദുൻഹ്വാങ് കേവ്സിനെയും കൂടെ ഡിവൈഡ് ചെയ്യുന്ന ഒരു റിവറാണിത്. അൺഫോർച്യുനേറ്റ്ലി വെള്ളം മുഴുവൻ പറ്റി കിടക്കുകയാണ്. നമ്മൾ ഈ പാലം കടന്ന് അപ്പുറത്തേക്ക് നടന്നത് ആ റിവർ ഇങ്ങനെ നീളത്തിലുണ്ട്. അങ്ങ് പോവാണ്, താഴേക്കാണ് നമുക്ക്. ഈ പാലം കടന്ന് ചെല്ലുമ്പോഴാണ് നമുക്ക് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് കോച്ച് വരുന്നത്. ഇതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ എന്ത് നല്ല ഭംഗിയാണല്ലേ. ഇത്രയും വീതിയുള്ളൊരു റിവർ, അതിന് നിറച്ച് വെള്ളം ഉണ്ടെങ്കിൽ എന്ത് ഭംഗിയാണ്. അവിടെ ഇപ്പുറത്ത് നിൽക്കണം. Go straight at the upcoming traffic light. Speed limit is 40 on the front. Lanes are passable. Go straight at the upcoming traffic light. Keep straight through the first intersection. China,